ഇന്നത്തേത് ഞാൻ പണ്ട് 15 കൊല്ലം താമസിച്ച എൻ്റെ പഴയ വീട്ടിലേക്കുള്ള യാത്രയാണ്. പുതിയ വീട് വെച്ച് മാറിയിട്ട് കുറച്ച് വർഷങ്ങളായിട്ടേ ഉള്ളൂ. പറമ്പും കൃഷിയും എല്ലാം പഴയ ആ സ്ഥലത്ത് തന്നെയാണ് ഇപ്പോൾ. എന്തായാലും ഒറ്റയ്ക്ക് പോകാൻ ഒരു മടി. സുഹൃത്തായ രതീഷിനെയും കൂട്ടിപിടിച്ച് ഞാൻ നേരെ പറമ്പിലേക്ക് പോയി. അവൻ എൻ്റെ അയൽവാസിയും ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതുമാണ്. അച്ഛൻ്റെ ബൈക്ക് എടുത്താണ് ഇന്നത്തെ യാത്ര. വെറും 10 മിനിറ്റ് അകലമേ പറമ്പിലേക്കുള്ളൂ. ഇപ്പോൾ നാട്ടിൽ കശുവണ്ടി സീസൺ ആയതുകൊണ്ട് പറമ്പിലെ കശുമാവെല്ലാം നന്നായി കാച്ചു നിൽപ്പുണ്ട്. അച്ഛൻ ഇന്ന് പെയിന്റിങ്ങിന്റെ പണിക്ക് പോയിട്ടില്ല. പണിയില്ലാത്ത ദിവസം അച്ഛന് പറമ്പിൽ നല്ല തിരക്കാണ്. കുറെ നാളായി കശുമാങ്ങ കഴിച്ചിട്ട്. നല്ല രുചിയുണ്ടെങ്കിലും ഇത് കഴിച്ചു കഴിഞ്ഞാലുള്ള വായിലുള്ള കറ പിന്നെ പോവുകയില്ല. ജോലിയില്ലാത്ത ദിവസങ്ങളിൽ അച്ഛൻ എപ്പോഴും പറമ്പിൽ കാണും. പെയിന്റിങ്ങിന്റെ പണി കഴിഞ്ഞ് അച്ഛൻ രാത്രി റബ്ബർ വെട്ടാനും പോകും. അച്ഛനെ സഹായിക്കാൻ അമ്മ എപ്പോഴും കൂടെ ഉണ്ടാവും. ഗൾഫിലെ 10 മണിക്കൂർ ജോലി വളരെ കഷ്ടപ്പെട്ടതാണെന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന എനിക്ക് ഇതൊക്കെ കാണുമ്പോൾ പിന്നെ ഒന്നും പറയാനില്ല. അതുകൊണ്ട് കുറച്ചു നേരം അവിടെ ഇരുന്ന് അമ്മയെ സഹായിച്ചു. അതിനിടയിൽ പുറത്ത് ജോലി ചെയ്യുന്ന ചേച്ചി വിളിച്ചു. ചേച്ചിയോട് അന്നത്തെ വിശേഷങ്ങൾ പറഞ്ഞ് അമ്മ എങ്ങനെ നിറയെ പച്ചപ്പുണ്ടെന്നേ ഉള്ളൂ. പക്ഷേ ചൂടിന് ഒരു കുറവുമില്ല. കുറച്ചു നേരം പറമ്പിലിരുന്നാൽ പുഴുങ്ങുന്ന അവസ്ഥയാണ്. ചെറിയൊരു തണൽ പറ്റി രതീഷും അവിടെ ഇരിക്കും. ഈ ചൂടത്ത് പണിയെടുക്കുന്ന ഇവർ രണ്ടുപേരെയും സമ്മതിച്ചു കൊടുക്കണം. കുറെ നേരം അവിടെ ഇരിക്കാനായില്ല. എൻ്റെ പഴയ വീട്ടിലോട്ട് പോകണം. അവിടെയൊക്കെ ഒന്ന് കാണും. ഒരുപാട് ഓർമ്മകൾ ഉറങ്ങിക്കിടക്കുന്ന സ്ഥലമാണിത്. ഞാൻ 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കുടിയാമലയിൽ നിന്ന് വീട് വിറ്റ് ഇങ്ങോട്ട് മാറിയതാണ്. അന്ന് തൊട്ട് 10ാം ക്ലാസ് വരെ എൻ്റെ വീട്ടിൽ കറണ്ട് ഉണ്ടായിരുന്നില്ല. 10ൽ പഠിക്കുന്ന കുട്ടികൾക്ക് അന്ന് ഫ്രീ ആയിട്ട് കറണ്ട് കിട്ടിയിരുന്നു. ആ വഴിക്ക് ഞങ്ങൾക്കും കറണ്ട് കിട്ടി. എങ്കിലും ഇവിടുത്തെ സമാധാനത്തിന് ഒരു കുറവും ഉണ്ടായിട്ടില്ല. അന്ന് കറണ്ട് ഇല്ലാത്ത സമയത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന തേപ്പ് പൊട്ടിയും മണ്ണെണ്ണ വിളക്കെല്ലാം കണ്ടപ്പോൾ പഴയ കാലത്തേക്ക് പോയെന്ന് തോന്നി. ചേച്ചി പണ്ട് നഴ്സിംഗ് പഠിച്ചിരിക്കുന്ന സമയത്ത് ബുക്കുകളും ഞാൻ പണ്ട് പഠിച്ചിരുന്ന സമയത്ത് ബുക്കുകളെല്ലാം ഇവിടെ തന്നെ ചെതലരിച്ച് കിടപ്പുണ്ട്. അങ്ങനെ കുറെ നാൾക്ക് ശേഷം എൻ്റെ പഴയ വീട് കണ്ടപ്പോൾ എന്തെന്നില്ലാത്ത സന്തോഷം. നമ്മുടെ കുട്ടിക്കാലത്തെ ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിട്ടുള്ള മൂമെന്റ്സ് എല്ലാം ഉള്ളത് ഇവിടെ തന്നെ ആയിരിക്കില്ല. വീടിന് തൊട്ടടുത്ത് ഒരു ചെറിയ അരുവി കൂടിയുണ്ട്. ഇത്രയും വേർത്ത സ്ഥിതിക്ക് ആ അരുവിയിൽ പോയി ഒന്ന് മുഖം കഴുകി വരാമെന്ന് വിചാരിച്ചു. പണ്ട് വീട്ടിലെ കൃഷി ആവശ്യത്തിനും വീട്ടാവശ്യത്തിനുമായി വെള്ളം ഓസ് വഴി ഇതിലേക്ക് കൊണ്ടുപോയിരുന്നു. ഇത്ര ചൂടുള്ള നട്ടുച്ച സമയത്തും ഇവിടെ എന്ത് തണുപ്പാണെന്നറിയോ. ചൂടുള്ള സമയത്ത് ഞങ്ങളിങ്ങനെ അരുവികളിൽ പോയിരിക്കാറുണ്ട്. കുടിയാമല പൈതൽമല പ്രദേശങ്ങളിലെ 100 കണക്കിന് അരുവികളിൽ ഒന്ന് മാത്രമാണിത്. വേനൽക്കാലമായതുകൊണ്ട് തോട്ടിലെ വെള്ളത്തിന് നല്ല കുറവുണ്ട്. അങ്ങനെ തോട്ടിലെ തണുപ്പ് കൊണ്ടിരിക്കെ ഞങ്ങളുടെ കൂടെ തണുപ്പ് കൊള്ളാൻ വേറൊരാൾ കൂടി വന്നു. ആള് ചേരയാണെങ്കിലും നമ്മളെക്കാട്ടും പേടിയാണ് പുള്ളിക്ക്. അതുകൊണ്ട് കുറെ നേരം അവിടെ തന്നെ നിന്നില്ല. ഉച്ചക്കത്തെ ഈ ചൂടായതുകൊണ്ട് തണുപ്പ് കിട്ടാൻ വേണ്ടി വന്നതായിരിക്കും. തിരിച്ചു വന്നപ്പോൾ അച്ഛൻ പറമ്പിലുണ്ടായ ഒരു വാഴക്കൊല വെട്ടി. ഈ കൊടും ചൂടിന് ഇത് നല്ലതാണത്രേ. അങ്ങനെ ആ കാഴ്ചകളും കണ്ടു. തിരിച്ച് വീട്ടിൽ പോവാണ്. അടുത്തൊരു വ്ളോഗിൽ കാണാം. ബൈ.